വാ വിസ്മയ, സമയം കളയണ്ട, വാ. ഗ്രേറ്റ്, താങ്ക് യു. പാട്ട് ഗംഭീരമായിരുന്നു വിസ്മയ. ഇത്രയ്ക്ക് സ്വീറ്റ് വോയിസും അത്ര തന്നെ ടാലന്റും അങ്ങനെ ഒരുമിച്ച് വരാറില്ല. അരുന്ധതി മാഡം, മാഡം ഭാഗ്യവതിയാ. അഖിൽ സാറ് ടെൻഷനായി കാണുമല്ലോ. ഇത്രയും കഴിവുണ്ടായിട്ടും സിനിമയിലൊന്നും വിസ്മയ പാടാത്തത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് പിന്നെ 3 വയസ്സുള്ളപ്പോ മുതല് സിനിമകളിൽ നിന്നൊക്കെ ഇവൾക്ക് വിളി വരുന്നുണ്ട്. ഓ, പിന്നെ ഏറ്റവും നല്ല അവസരം നോക്കി എല്ലാം വേണ്ടാന്ന് വെച്ചു. ഓ വാവ്, എന്തായാലും വിസ്മയുടെ കഴിവ് അപാരം തന്നെ. അവൾ എന്റെ മോനോട് കാണിക്കുന്ന ഈ അഹങ്കാരമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ അവളുടെ തോന്നിയാസോ.
ആരോടും ചോദിക്കാതെ തോന്നുമ്പോ ഇറങ്ങി പോവുക, തോന്നുമ്പോ കേറി വരിക. ഇത് ഈ വീട്ടിലെ നടക്കൂ, മറ്റൊരിടത്തും നടക്കില്ല. ഐശ്വര്യേ, നിന്റെ അഭിപ്രായമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. എന്താ ഞാൻ അഭിപ്രായം പറഞ്ഞാല്? ഞാൻ ഈ വീട്ടിലൊരു അംഗം തന്നെയാ. ആ അംഗത്തിന്റെ അഭിപ്രായം വേണ്ടെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ അമ്മ പറയട്ടെ. അതിനിടയ്ക്ക് നിങ്ങൾ കിടന്ന് കടിപിടി കൂടാതെ. ഞാനിവിടെ സംസാരിക്കുന്നതേ അഖിയുടെയും ശ്യാമയുടെയും കാര്യമാ. ശ്യാമ എന്ത് തെറ്റിയെന്ന് അമ്മി പറയുന്നേ? അതാ ഞാൻ പറഞ്ഞത്, ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ അവൾ എവിടേക്കാ ഈ പോക്ക് പോകുന്നത്? വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയ ആള് വീട്ടിലെത്തിയിട്ടില്ല. ശ്യാമ അവളുടെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? പനിയായിട്ട് ഇറങ്ങി പോയവളല്ലേ. പലയിടത്തും തലകറങ്ങി വീണിട്ടുണ്ടോന്ന് അറിയാൻ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോഴാ അറിയുന്നത് അവൾ അവിടെയും ചെന്നിട്ടില്ലാന്ന്. അവൾ എവിടെ പോകുന്നതാക്കി? നീ അത് തിരക്കാറുണ്ടോ? ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നീ അത് അന്വേഷിക്കാറുണ്ടോ? നിനക്കതിനുള്ള ഉത്തരവാദിത്വമല്ലേ? അമ്മയും ഐശ്വര്യം കൂടി ഏതു വിധത്തിലും ശ്യാമയെ മോശക്കാരിയാക്കാനുള്ള ശ്രമത്തിലായിട്ടാ. നിങ്ങൾ എത്രയൊക്കെ കണഞ്ഞു പരിശ്രമിച്ചാലും ശ്യാമയ്ക്ക് ശ്യാമയുടേതായ ഒരു സ്വഭാവ മഹിമയുണ്ട്. അവൾ നല്ലതേ ചെയ്യൂ എന്ന സ്വഭാവ മഹിമ. നിങ്ങൾ ഏട്ടന്മാരും അച്ഛനും ഏത് നേരം അവളെ ന്യായീകരിക്കുകയാണല്ലോ. അവളെ ന്യായീകരിക്കാതെ എങ്ങനെ ഇരിക്കും? ശ്യാമ സൽസ്വഭാവമുള്ള ഒരു പെണ്ണ. അവളെ കാണുമ്പോ ഇവിടെ ചിലർക്ക് കണ്ണുകടിയാ. ആരുടെ അനുവാദം ഇല്ലാതെ തോന്നിയ വഴിക്ക് ഇറങ്ങി പോകുന്നതാണോ സ്വഭാവ മഹിമ? അവൾ ചെയ്യുന്നത് എന്തും ശരിയാണെന്നാണോ ഏട്ടന്മാര് പറഞ്ഞു വരുന്നത്? മോനെ, നീയും ശ്യാമയെ തെറ്റിദ്ധരിക്കുകയാണോ? എങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കും? എനിക്കിനി അവളെ ഇങ്ങനെ സഹിക്കാൻ വയ്യ. ക്ഷമിക്കാവുന്നതിന്റെ അപ്പുറം ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിന് അവസാനമായിട്ടൊരു തീരുമാനം എടുത്തേ പറ്റൂ. ആ തീരുമാനം ഇന്ന് ഞാൻ എടുക്കും. മോനെടാ, ഞാൻ എന്റെ ദൈവമേ, ഞാൻ എന്റെ അഖിൽ സാറിനോട് ചെയ്യുന്ന ഈ തെറ്റിനൊക്കെ എനിക്ക് മാപ്പ് തരണേ. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന സാറിനോട് ഞാൻ ഈ കാണിക്കുന്നത് വഞ്ചനയാണ്. പക്ഷെ ഈ അപകടത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്റെ ഭഗവാനെ? കഥാനായിക വന്നെത്തി. 5 മിനിറ്റിനകം കാണാം ഓരോ വെടിക്കെട്ടും. എന്തായാലും ഇന്നിതിനൊരു അന്ത്യം ഉണ്ടാവും. സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ചതുപോലെ ഇവളെ ആക്കി പെരുവഴിയിൽ ഉപേക്ഷിക്കും. ചെല്ല് ചെല്ല്, എല്ലാം ഒന്ന് പെട്ടെന്നാവട്ടെ. അമ്മേ, ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാ അഖിയോട് പറഞ്ഞാ മതി. ദേ, കിട്ടാനുള്ളത് വേഗം തന്നെ മേടിക്ക്. ചെല്ല് മേലേക്ക്.
നീ എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ച കേട്ടില്ലേ? നീ എവിടെയായിരുന്നു? ആരോട് ചോദിച്ചിട്ടാ നീ പുറത്തു പോയത്? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. നിന്റെ തോന്നിയവാസമൊന്നും ഈ വീട്ടിൽ പറ്റില്ല. ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി പോയതാ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ നിന്റെ ഗാർഹികം നിന്റെ അച്ഛനല്ല, ഈ ഞാനാ. എന്റെ അനുവാദത്തോടെയാണ് നീ പോകേണ്ടത്. എന്നിട്ട് എന്റെ അനുവാദം നീ ചോദിച്ചോ? എന്താടി മിണ്ടാ നിൽക്കുന്ന? നിന്റെ വായിൽ നാവില്ലേ? ഇതെന്താ വഴിയമ്മലാണോ? തോന്നുമ്പോ കേറി വരാനും തോന്നുമ്പോഴൊക്കെ ഇറങ്ങി പോകാനും. എന്താടി നീ ഊമയാണോ? എന്റെ ക്വസ്റ്റ്യൻസിന് നീ ആൻസർ തരണം. തന്നേ പറ്റൂ. മിണ്ടാതെ നിന്ന് തൽക്കാലം രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. ഇന്ന് ഞാൻ നിന്നെ അങ്ങനെ വിടില്ല. ഞാൻ നിന്റെ ഭർത്താവാണോ അതോ സെർവന്റ് ആണോ? പറയടി. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒത്തിരി ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ നീ അതിനനുസരിച്ച് എന്നെ വഞ്ചിക്കുക. സർ, ഞാൻ പറയുന്നതൊന്നും. നീ നേര് പറയുന്നവളല്ല. കല്യാണം കഴിച്ച നാള് മുതല് നീ എന്നെ പല തരത്തിൽ വഞ്ചിക്കുന്നുണ്ട്. ഞാനും നീയും കൂടി ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന തോന്നില്ല. എടി നീ കരയൊന്നും വേണ്ട. കരച്ചില് നിന്റെ തന്ത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അതൊന്നും എന്റെ മുന്നിൽ വില പോവില്ല. നീ എന്ത് വിചാരിച്ചേ എന്നെ പറ്റി? ഞാൻ നിന്റെ കളിപ്പാവയാണെന്നോ? അതോ നീ ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോ മിണ്ടാതെ നിൽക്കുന്ന പെൺകൊന്തനാണെന്നോ? ഒന്ന് പറടി. ഇന്നലെ മുഴുവനും നിനക്ക് പനിയായിരുന്നു. ഞാൻ ഇന്ന് ലീവ് എടുത്ത് ഇന്ന് മുഴുവനും നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ? പറടി, ഇതിനായിരുന്നോന്ന്? എന്താടി മിണ്ടാത്തത്? നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എന്റെ ശ്യാമേ, എന്താണോ ഞാൻ പേടിച്ചു പോയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, ഞാൻ ഈ വഴക്കൊക്കെ ഇട്ടത് തന്നോടാണെന്ന് താൻ വിചാരിച്ചോ? ഇത് ഐശ്വര്യടത്തേക്കും അമ്മയ്ക്കും വേണ്ടിയല്ലായിരുന്നോ? അവരുടെ മനസ്സൊന്ന് കുളിർത്തോട്ടെ എന്ന് കരുതിയാ ഞാൻ ഈ തൊണ്ട കീറി അലറിയത്. അവർക്കിപ്പൊ സന്തോഷമായി കാണും. സന്തോഷിക്കട്ടെ അല്ലേ? കുറെ നേരത്തേക്ക് ഞാൻ മരിച്ചതുപോലെ ആയിപ്പോയി. താൻ വിചാരിച്ചോ ഞാൻ തന്നെ വഴക്ക് പറയാണെന്ന്? ഈ ജന്മത്ത് എനിക്കതിന്റെ ആവശ്യമില്ല. താൻ അത്രയ്ക്ക് നല്ലവളാ, കളങ്കയില്ലാത്തവള്. താൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായിരിക്കും പുറത്തു പോയത്. അതെനിക്കറിയാം.
എനിക്കേ അറിയൂ. താൻ എന്റെ വിളക്ക. ഒരു കാറ്റിനും ഈ വിളക്ക് കെടുത്താനാവില്ല. സോറി ശ്യാമേ, റിയലി സോറി. ഹായ് വിവേക്. ഹായ് വിസ്മയ. ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് ഇരിക്കട്ടെ. പാട്ട് ഹൃദ്യവും അതിമനോഹരവുമായിരിക്കുന്നു. താങ്ക് യു വിവേക്. പറയാതിരിക്കാൻ വയ്യ. വിസ്മയുടെ സ്വരമാധുര്യകരമായ ആലാപന ശൈലി അത് അപാരം തന്നെ. അനുപല്ലവിയിലും ചരണത്തിലുള്ള ലാൻഡിംഗ് ഇല്ലേ, അത് അതിഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. സത്യത്തിൽ ഞാൻ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയാ ആ പാട്ട് പാടിയത്. അതെന്താ? എന്റെ ഭാവി ഭർത്താവിനോട് ഒരുമിച്ചുള്ള പാട്ടല്ലേ, സ്വാഭാവികമായും ടെൻഷൻ കാണില്ലേ വിവേക്? ആ അങ്ങനെ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഗായകര് അത്തരം കാര്യങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുക്കരുതെന്ന്. പിന്നെ നമ്മുടെ മാരേജ്, അതിന് മമ്മിയും ഡാഡിയും സ്റ്റേറ്റ്സിൽ നിന്ന് വരണം. ഡിസംബറിൽ അവർ വരും. ഓക്കേ. അതുവരെ കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കാത്തിരിപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വിവേക്. അതുവരെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം, ഇടയ്ക്ക് കാണാം, പരസ്പരം അറിയാം, അങ്ങനെ ഏറെ അടുക്കാം. എന്തു പറയുന്നു? സത്യം പറഞ്ഞ ഞാൻ ഏറെ അടുത്തു കഴിഞ്ഞു. എന്നെ പെണ്ണ് കാണാൻ വന്ന അന്ന് മുതൽ എന്റെ മനസ്സ് മുഴുവനും വിവേകിന്റെ മുഖം. ആ കള്ളനോട്ടം എന്നെ വല്ലാതെ ആകർഷിച്ചു. എന്നെ കാണണമെന്ന് തോന്നുമ്പോ ആ നിമിഷം ഞാൻ അവിടെ ഉണ്ടാവും. കാണണം, സംസാരിക്കണം. ഓക്കെ. ശ്യാമയോ? ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? സാധാരണ മമ്മയല്ലേ വിളിക്കാറ്? ഹലോ, വിസ്മയ അല്ലേ? എന്റെ ഫോണില് വിളിച്ചിട്ട് വിസ്മയ അല്ലേന്നോ? നിനക്കെന്താ തലയ്ക്ക് ഓളം ഉണ്ടോ? നീ വിളിച്ച കാര്യം പറ. വിസ്മയ എനിക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു. നേരില് കാണണോന്നോ? എന്തിന്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഫോണിലൂടെ പറഞ്ഞാ മതി. ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല, നേരിൽ കണ്ട് പറയേണ്ടതാ. വിസ്മയ്ക്ക് ഉപകാരമുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. അത് നിനക്ക് ഈ ഫോണിലൂടെ പറഞ്ഞാൽ എന്താ കുഴപ്പം? നിനക്ക് എന്നെ കാണാൻ പേടിയുണ്ടോ വിസ്മയ? പിന്നെ നിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നീ എന്നെയല്ലേ പേടിക്കുന്നത്? വിസ്മയ്ക്ക് ഞാനൊരു ശത്രുവായിരിക്കും, പക്ഷെ ഒരിക്കലും വിസ്മയ എന്റെ ശത്രുവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നും വിസ്മയ എന്റെ കളിക്കൂട്ടുകാരി തന്നെയാ. എനിക്ക് വിസ്മയോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, കാണാം. എവിടെ വെച്ച കാണണം?